ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴവും റവയും വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം, ഇല്ലെങ്കിൽ 4 മണിക്ക് നമുക്ക് സ്നാക്സിനും എടുക്കാവുന്നതാണ്. ഈ പലഹാരം നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. എണ്ണ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ പലഹാരം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കറുത്തിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് നേന്ത്രപ്പഴമാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് ചെറുതാക്കി നുറുക്കി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വല്ലാതെ അങ്ങ് മധുരം കൂടിപ്പോണ്ട. നേന്ത്രപ്പഴത്തിനും ഏകദേശം കുറച്ച് മധുരം ഉണ്ടല്ലോ, അപ്പോൾ ഏകദേശം 4 അച്ച് ശർക്കരയോളം മതിയാവും ഞാൻ ഈ പറയുന്ന അളവിന് കേട്ടോ. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും മറന്നു പോകണ്ട. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 1 മുതൽ 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. നെയ്യിൽ നമ്മളിത് ചെയ്തെടുക്കുമ്പോഴാണ് ഈ പലഹാരത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊന്ന് പൊടിഞ്ഞിട്ടുമുണ്ട്, കുറച്ചൊന്ന് പൊടിയാതെയും, അങ്ങനെ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അണ്ടിപ്പരിപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന പഴം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനത് ആ പഴം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം കൂടെ നന്നായിട്ട് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പഴമൊക്കെ വരട്ടുമ്പോൾ നെയ്യിൽ വരട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ശർക്കരയ്ക്ക് അനുസരിച്ച് നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പം ഞാൻ 4 അച്ച് ശർക്കര എടുത്തത്. ഇപ്പോൾ ശർക്കരയ്ക്ക് അധികം മധുരം ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല മധുരമുള്ള ശർക്കരയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് 3 3.5 2 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അധികം മധുരം ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ പഴം ഒന്ന് വേവണം. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ ആ പഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ശർക്കര പാനിയിൽ പഴം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് പഴമൊക്കെ വെന്ത് വരുമ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിതൊന്നും ഉടച്ചു കൊടുക്കണ്ട, അതങ്ങനെ തന്നെ ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതാ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു മുറി നാളികേരം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതാ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അതിലോട്ട് ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പോളം റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ശർക്കരയും നാളികേരവും പഴവും എല്ലാം അതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റോളം നമ്മളിത് ഇളക്കി തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് അത് വാട്ടിയെടുക്കണം. അപ്പോൾ റവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കൈവിടാതെ ഇളക്കി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ
ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടി ഒരു 2-3 മിനിറ്റോളം വരട്ടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ റവയും പഴവും ഒക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഏകദേശം കൈകൊണ്ട് തൊടാവുന്ന ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റവയും പഴമൊക്കെ ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇലയിലാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഷേപ്പ് ഇഷ്ടമുള്ളത് അതുപോലെ പരത്തിയെടുക്കാം. ഞാനിത് ഒരു ഇല വെച്ചതിന് ശേഷം ഇതുപോലെ പരത്തിയെടുത്തിട്ട് എന്നിട്ട് 2 ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇലയോടുകൂടി ഒന്നുകൂടെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് എല്ലാം അതുപോലെ പരത്തിയെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ എല്ലാം പരത്തിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇലയിലൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടാണ് ഞാൻ ആവി കയറ്റാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. കാരണം നമ്മൾ വെറും 1.5 ടീസ്പൂണോളം നെയ്യ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നേന്ത്രപ്പഴവും റവയാണ്. അപ്പോൾ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമ്മളെല്ലാം ഓൾറെഡി ഒന്ന് വരട്ടിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇനി ഒന്ന് വേവാനായിട്ട് ഒരു 5 മിനിറ്റോളം ആവി കയറ്റിയെടുത്താൽ മതിയാവും നമുക്ക്. അപ്പോൾ എന്നിട്ട് ആവി കയറ്റിയതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്തിടുക. 5 മിനിറ്റ് അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്